ആ കരതാരിൽ മുഖമൊന്നമർത്തി ഒന്നു കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തിരുഹൃദയ കാരുണ്യത്തണലിൽ ഒന്നു മയങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കാൽവരിനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ കാൽവരിനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ ആ കരതാരിൽ മുഖമൊന്നമർത്തി ഒന്നു കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തിരുഹൃദയ കാരുണ്യത്തണലിൽ ഒന്നു മയങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. നല്ലൊരു ഗായികയാണ് ഷീന ജോസഫ്. വയനാട് നടവയൽ സ്വദേശി. പാട്ടിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ഒരു സ്വയം തൊഴിൽ സംരംഭം എന്ന നിലയിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളും ഇപ്പോൾ നടത്തിക്കൊണ്ട് പോവുകയാണ്. ഏതാണ്ട് 3 വർഷക്കാലം വയലിൻ പഠിക്കുകയും അതിൽ ഡിഗ്രി നേടുകയും പിന്നീട് ചെറിയ പ്രായം തൊട്ട് തന്നെ പാട്ടിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോവുകയും ഇപ്പോൾ പാട്ട് കൈവിട്ടോ എന്ന് സംശയിക്കുന്നൊരു ഘട്ടത്തിലാണ് ഞാൻ ഷീനയെ പരിചയപ്പെടുന്നത്. നമസ്കാരം. നമസ്കാരം. ഈ ചെറിയ പ്രായം തൊട്ട് തന്നെ പാട്ട് പാടാൻ തുടങ്ങിയിരുന്നോ? ചെറിയ ക്ലാസ്സിൽ തുടങ്ങി പാടുമായിരുന്നു. ഇപ്പോഴോ? ഇപ്പം പാട്ടങ്ങനെ ഒന്ന് വിട്ടു നിൽക്കുകയാണ്. അതെന്തുകൊണ്ടത്? ഒന്നായിട്ടല്ല, പിന്നെ ആ ഒരു ഫീൽഡിലേക്ക് ഡ്രൈവിംഗ് സ്കൂളിലേക്ക് മാറി. പിന്നെ അങ്ങനെ വല്ലപ്പോഴും പള്ളിയിൽ കൊയർന്നു പോകും, അത്രയും തന്നെ. മാത്രമല്ല താങ്കൾ വയലിനിൽ ഗ്രാജുവേഷൻ എവിടെയാണ് പഠിച്ചതൊക്കെ? ഞാൻ പാലക്കാട് ചെമ്പൈ കോളേജിലാണ് പഠിച്ചത്. പിന്നീട് അത്തരത്തിലൊരു പ്രൊഫഷനിലേക്ക് പോയില്ല? പിന്നെ കുറച്ചു കാലം കോഴ്സ് കഴിഞ്ഞപ്പം കുറച്ചു കാലം ക്ലാസ്സൊക്കെ എടുക്കാനൊക്കെ പോയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ അങ്ങനെ അങ്ങ് അവിടെ വിട്ടുപോയി. ഷീനയുടെ പാട്ടുകൾ ചിലതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള, പ്രത്യേകിച്ച് ഡിവോഷണൽ ഗാനങ്ങൾ വളരെ നന്നായിട്ട് തന്നെ ആലപിക്കാറുണ്ട്. പള്ളി കൊയറിലൊക്കെ പാടുന്നതല്ലാതെ വേറെ എവിടെയെങ്കിലുമൊക്കെ പാടിയിട്ടുണ്ടോ? പള്ളിയിൽ നേരത്തെ ഞാൻ കല്യാണ കൊയറുകൾക്കൊക്കെ സ്ഥിരമായി പോകാറുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു കുറച്ച് കാലമായിട്ട് അങ്ങനെ പോക്കില്ല. എത്ര നാളായി നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം, ഒരു തൊഴിൽ സംരംഭം എന്നുള്ളതൊക്കെ ഡ്രൈവിംഗ് സ്കൂൾ കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട്? ഡ്രൈവിംഗ് സ്കൂൾ ഞാൻ ഒരു 10 വർഷത്തിന് മുകളിൽ ഞാൻ വേറൊരു സ്കൂളിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഒരു 5 വർഷം ആകാറായി സ്വന്തമായിട്ട് സ്കൂൾ തുടങ്ങി. ഞാനും ഹസ്ബൻഡും കൂടെ നടത്തുന്നു. എവിടെയാണ് സ്കൂള്? സ്കൂള് വയനാട്ടിലെ നടവയൽ എന്ന് പറയും. എന്താ പേര് സ്കൂൾ? ഗ്ലോബൽ സ്കൂൾ ഓഫ് ഡ്രൈവിംഗ്. ഗ്ലോബൽ സ്കൂൾ ഓഫ് ഡ്രൈവിംഗ്. ഇതൊരു തികച്ചും വ്യത്യസ്തമായൊരു കാര്യമാണ്. കാരണം ഒരു ഗായികയെ സംബന്ധിച്ചിടത്തോളം ആ വഴിയിൽ നിന്ന് മാറിയിട്ട് ഇങ്ങനൊരു വഴിയിലൂടെ സഞ്ചരിക്കേണ്ടി വന്നു. കാരണം ജീവിതത്തിൽ നമ്മൾ പല വഴികളും പ്രൊഫഷണലൊക്കെ ആയിട്ട് തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ തിരഞ്ഞെടുത്തൊരു വഴിയാണ് ഇപ്പോൾ ഷീന ഇത്, അല്ലേ? ശ്രദ്ധേയായിട്ടുള്ള ഇപ്പോൾ പാട്ടുകാരി എന്നുള്ള നിലയ്ക്ക് ആകാശവാണിയിലൊക്കെ പാടിയിട്ടുണ്ടോ? ആകാശവാണിയിൽ ഒരു 93 ഒരു കാലഘട്ടത്തിൽ പാടിയിട്ടുണ്ടായിരുന്നു. ആകാശവാണിയിൽ എത്ര പാട്ടുകൾ പാടിയിട്ടുണ്ട്? ആകാശവാണിയിൽ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഒരു പ്രാവശ്യം പാടിയിട്ടുണ്ട്. പിന്നെ ദൂരദർശനിൽ പാടിയിട്ടുണ്ടോ? ചാനൽ ഷാലോമിൽ, അങ്ങനത്തെ ചാനൽ. ഡിവോഷണൽ ആൽബം എന്തെങ്കിലും ഇറക്കിയിട്ടുണ്ടോ? ഡിവോഷണൽ കാസറ്റിൽ പാടിയിട്ടുണ്ട്. എന്താ കാസറ്റിൻ്റെ പേര്? സ്നേഹം.
സ്നേഹം. ആരെ ഇറക്കിയത് അത്? അത് ബെന്നി എന്ന് പറഞ്ഞൊരു ചേട്ടൻ മരിച്ചുപോയി. വയനാടുകാരൻ. വയനാട്ടുകാരൻ. ശരി. അതിനകത്ത് പാടിയ പാട്ട് ഏതാ? എല്ലാത്തരം പാട്ടുകളും ഷീനയ്ക്ക് വഴങ്ങും. ഫിലിം സോങ്സ് എന്തെങ്കിലും ഒന്ന് പാടാമോ? താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. ഈ വയലിൻ പഠിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? വയലിൻ പഠിക്കാൻ ഞാൻ വോക്കൽ പഠിക്കാനായിട്ടാണ് കോളേജിൽ പോയത്. പക്ഷെ എനിക്ക് ഇൻ്റർവ്യൂവിൽ അവിടെ അഡ്മിഷൻ കിട്ടിയില്ല. അപ്പം ഞാൻ വയലിനിൽ ചേർന്നു. അപ്പോൾ എന്നോട് അവിടെയുള്ളവർ പറഞ്ഞു വയലിനിൽ ചേർന്നിട്ട് വോക്കലിലേക്ക് മാറാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ വയലിൻ തന്നെ അങ്ങ് തുടർന്നു. പക്ഷേ വോക്കലിലായിരുന്നു എനിക്ക് താല്പര്യം. അപ്പോൾ അങ്ങനെ വോക്കൽ പഠിക്കാൻ വേണ്ടി പോയി വയലിൻ പഠിച്ച ഒരാളാണ് അല്ലേ? ഈ വയലിനൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ സംഗീതത്തിൻ്റെ ഏത് മേഖലകളാണെങ്കിലും അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് അല്ലാത്തൊരു ഒരു ആവേശമൊക്കെ ഉണ്ടാവാറുണ്ട്. താങ്കൾക്ക് അങ്ങനെയൊക്കെ തോന്നിയേ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂടുതൽ പഠിക്കണമെന്ന്? കൂടുതൽ എനിക്ക് വോക്കലിലേക്ക് മാറണമെന്ന് തന്നെയായിരുന്നു താല്പര്യം. പിന്നെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വിഷമവും ഒക്കെ ഓർത്തിട്ട് എൻ്റെ അന്നേരം അങ്ങനെ ഒന്ന് വയലിൽ തന്നെ തുടർന്നു. പിന്നീട് എവിടെയാണ് വയലിൻ പഠിപ്പിച്ചതൊക്കെ? ഞാൻ അവിടെ വീട്ടിൽ തന്നെയാണ് ക്ലാസ് എടുത്തോണ്ടിരുന്നത്. ഇപ്പോഴുണ്ടോ വയലിനൊക്കെ? വയലിനുണ്ട്, പക്ഷെ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഈ രംഗത്തേക്ക് കംപ്ലീറ്റ് ഡ്രൈവിങ്ങിലേക്ക് തിരിഞ്ഞു. 10 വർഷമായല്ലേ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയിട്ട് 5 വർഷം കഴിഞ്ഞു. ഞാൻ അതിന് മുമ്പ് ഒരു 10 വർഷത്തിന് മുകളിലായി പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഈ ഡ്രൈവിങ്ങിലേക്ക് വരേണ്ട ഒരു സാഹചര്യം? ഡ്രൈവിങ്ങിലേക്ക് വരാൻ ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. അപ്പം പപ്പയുടെ ഒരു നിർബന്ധമായിരുന്നു ആരെങ്കിലും ഒരാൾ ഡ്രൈവിങ് പഠിക്കുക എന്നുള്ളത്. അങ്ങനെ ഞാൻ ഡ്രൈവിങ്ങിലേക്ക് എന്നെ പപ്പ തന്നെയാണ് പഠിപ്പിച്ചത്. പിന്നെ കൂടുതൽ ക്ലാസ് ഓടിക്കാനൊക്കെ ഞങ്ങളുടെ ഒരു അങ്കിളുണ്ടായിരുന്നു, സണ്ണി അങ്കിള്. എന്നും പ്രാക്ടീസ് രാവിലെ കൊണ്ടുപോകും. അങ്ങനെ ഓടിച്ച് പ്രാക്ടീസായി. ഇപ്പോൾ ശിക്ഷണങ്ങൾ കുറേ ഉണ്ട്. 95 ഞാൻ ലൈസൻസ് എടുത്തു. ശരി. ഹസ്ബൻഡിന് ഈ രംഗത്തോട് കൂടുതൽ താല്പര്യമുണ്ടായി അല്ലേ? ഹസ്ബൻഡിന് ഒരു ഷോപ്പൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു. ആദ്യം JCB ആയിരുന്നു. അവിടുന്ന് തന്നെ ഒരു ഷോപ്പിലേക്ക് മാറി. പിന്നെ ഇപ്പം ഞങ്ങൾ 2 പേരും കൂടെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടിയിട്ട് നിയമങ്ങളൊക്കെ കുറേ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. മുമ്പ് അത്രയും ഇല്ലായിരുന്നു അല്ലേ? മുമ്പ് അത്രയും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആക്കി. മാത്രമല്ല ഇപ്പോൾ പഠിച്ചു പോകുന്നവർക്കാണെങ്കിലും നമുക്ക് ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് വാഹനങ്ങൾ ഓടിക്കാൻ പറ്റും അല്ലേ? നമ്മൾ ലൈറ്റും മോട്ടോർ വെഹിക്കിളാണോ അല്ലെങ്കിൽ? ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ. എത്ര വാഹനങ്ങളൊക്കെ ഉണ്ട്? 2 കാറുണ്ട്, പിന്നെ ബൈക്ക്, M80, സ്കൂട്ടി. എത്ര നാളുകൊണ്ടൊക്കെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കും? ഇപ്പോഴും പഠിപ്പിച്ചു കൊടുക്കുന്നത് ശരിക്കും ഒരു കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു 21 ദിവസത്തെ ക്ലാസ് കൊണ്ട് അവർ അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നു. പ്രായമുള്ളവരൊക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഷീന ലൈറ്റ് വെഹിക്കിളാണോ ഓടിച്ചത്? പിന്നീട് ഞാൻ ലൈറ്റ് വെഹിക്കിളാണോ കൂടുതൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഹെവി ലൈസൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഹെവി ലൈസൻസ്? ബസ്സൊക്കെ വേണമെങ്കിൽ ഓടിക്കും? ബസ്സൊക്കെ വേണമെങ്കിൽ അത്യാവശ്യം കൈകാര്യം ചെയ്യും. അത് ശരി. വീട്ടിൽ 3 പെൺകുട്ടികളാണെന്ന് പറഞ്ഞു. താങ്കൾ മൂത്തയാളാ? അല്ല, ഞാൻ രണ്ടാമത്തെ ആള്. 3 പേരും ഡ്രൈവിങ്? 3 പേരും ഇപ്പോൾ ഡ്രൈവ് ചെയ്യും. അവരെ 2 പേരെ ഞാൻ തന്നെയാണ് പഠിപ്പിച്ചത്. ഇപ്പോൾ നമ്മൾ ഇടുക്കിയിൽ വെച്ചിട്ടാണ് കാണുന്നത്. കാരണം വയനാടിനോട് ഏകദേശം സമാനത ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇടുക്കിയിലുണ്ടല്ലേ? പക്ഷേ ഇടുക്കി എത്രത്തോളം ഷീനയ്ക്ക് പ്രിയപ്പെട്ടതാ ഇടുക്കിയിൽ വരുമ്പോഴൊക്കെ? വയനാട് പോലെയൊക്കെ തന്നെ തോന്നുന്നു. പിന്നെ കൃഷിരീതികളൊക്കെ കൂടുതലും ഏലമൊക്കെയാണ് കാണുന്നത്. നമ്മുടെ അവിടെ എല്ലാ വിളകളും ഉണ്ടല്ലോ, കാപ്പി അങ്ങനെയുള്ളതൊക്കെ. ഇവിടെ കൂടുതലും എവിടെ നോക്കിയാലും ഏലം കാണും. ഏലത്തിലേക്ക് മാറി ഇടുക്കി ജില്ലക്കാർ, പ്രത്യേകിച്ച് ഹൈറേഞ്ചുകാർ. ഇടുക്കിയിൽ വരുമ്പോൾ ഇവിടെയൊക്കെ എല്ലായിടത്തും ഒക്കെ ഒന്ന് പോകാറുണ്ടോ?
ഇടുക്കിയിൽ ഞങ്ങൾ വരുമ്പം മൂന്നാർ പോകും, പിന്നെ കമ്പം മുന്തിരിപ്പാടമൊക്കെ കാണാൻ പോകും. ഇടുക്കിയുടെ അതിർത്തി കടന്നു പോകും അല്ലേ, തമിഴ്നാട്ടിലേക്ക് പോകും. ഇടുക്കിയിൽ എത്ര തവണ വന്നിട്ടുണ്ട്? ഇടുക്കിയിൽ 2ാമത്തെ പ്രാവശ്യമായിരുന്നു. വീട്ടുവിശേഷങ്ങൾ, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടുവിശേഷങ്ങൾ ഹസ്ബൻഡ്, ഒരു മോളിപ്പം ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു, സൈക്കോളജിയാണ്. ഹസ്ബൻഡിൻ്റെ പേര്? ഹസ്ബൻഡിൻ്റെ പേര് സാജു. മോളുടെ പേര്? മോളുടെ പേര് ആർദ്ര. ആർദ്ര ഇപ്പോൾ ചെയ്യുന്നത് സൈക്കോളജി ജോലി ചെയ്യുവാണ്. ശരി. ആർദ്രയും ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചോ? ആർദ്ര ഡ്രൈവിംഗ് പഠിച്ചു, അത്യാവശ്യം പാടും. അത് ശരി, അമ്മയുടെ ഒരു ടാലൻറ്റ് കിട്ടിയിട്ടുണ്ട്. അത് ശരി. രാജഹംസമേ മഴവിൽ കുളിരിൽ സ്നേഹദൂതുമായി വരുമോ, സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ, എവിടെ എൻ്റെ സ്നേഹഗായകൻ. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി, മഞ്ഞൾ കുറി മുണ്ടും ചുറ്റി, ഇന്നെൻ്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേ നീ വന്നു ചിരി തൂകി നിന്നു, വന്നു ചിരി തൂകി നിന്നു, ഓ വന്നു ചിരി തൂകി നിന്നു. പാടണമെന്നുണ്ട് ഈ രാഗത്തിൽ, പാടാൻ സ്വരമില്ലല്ലോ, പറയണമെന്നുണ്ട് എന്നാൽ അതിനൊരു പദം വരുന്നില്ലല്ലോ. മഹാകവിയുടെ ഒരു പ്രാർത്ഥന, ടാഗോറിൻ്റെ ഒരു പ്രാർത്ഥന എങ്ങനെയാണ്? ഷീനയെ പോലെ പാടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ പാട്ടിൻ്റെ വഴിയിലൂടെ ഇനിയും ഷീന മുന്നോട്ട് പോകണമെന്നാണ് പറയാനുള്ളത്. സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി.